നിങ്ങൾക്കറിയാമോ, പഴയ നിയമം പുതിയ നിയമം നിങ്ങൾ പരിശോധിച്ചു നോക്കും, എല്ലാ അത്ഭുതങ്ങളും സെക്കൻഡ്സിനുള്ളിൽ നടന്നതാണ്. പക്ഷെ ഒരു അത്ഭുതം മാത്രം ദൈവം പറഞ്ഞു, ഇത് പെട്ടെന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഏതാ അത്ഭുതം? സെംകടൽ സെക്കൻഡ്സിൽ നടന്നു, യോർദാൻ സെക്കൻഡ്സിൽ നടന്നു, വടിതാളയിട്ടപ്പോൾ പാമ്പായി. എല്ലാ സെക്കൻഡ്സിൽ നടന്നു. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഇതങ്ങനെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഏതാണ്? യോശുവയോട് പറഞ്ഞു, 7 ദിവസം എടുക്കും ഈ യെരിഹോയുടെ മതിൽ വന്ന് പൊളിക്കും. എന്തിനാ 7 ദിവസം എന്നറിയോ? ആ യെരിഹോയുടെ മതിലിൻ്റെ പ്രത്യേകത എന്നറിയോ? ആ മതിൽ എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഹിസ്റ്ററി വായിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ നമ്മൾ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന വീടുകൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മളതിന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, പൊടി അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പൊടിയാണ് അങ്ങനെ താളപ്പാറയായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ്. ചിന്തകൾ ഇങ്ങനെ വന്ന് അതിങ്ങനെ പാറയായിരിക്കുന്നു. യോശുവോട് പറഞ്ഞ്, ബാക്കിയെല്ലാം സിമ്പിളാ, പക്ഷെ ഇത് വേണമെങ്കിൽ 7 ദിവസം നിങ്ങൾ മൗനതയിലിരിക്കണം. മൗനത എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലിരിക്കണം. ഞാൻ നിങ്ങളെ നടത്തിയ വഴികൾ മുഴുവൻ നിങ്ങളൊന്ന് ധ്യാനിക്കണം. 7 ദിവസം നിങ്ങൾ ധ്യാനിച്ച് ഒടുവിലേക്ക് ആരാധന തുടങ്ങിക്കോ. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു മാറും. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവർ ദൈവത്തെ ദൈവം എന്ന് ഓർത്ത് ധ്യാനിച്ച് മഹത്വകരിക്കുകയോ നന്ദി അറിയിക്കുകയോ ചെയ്യാതെ കൊണ്ട് അവരുടെ നിരൂപണങ്ങളിൽ അവർ വൃദ്ധനായി, ജ്ഞാനി എന്ന് പറഞ്ഞിട്ടും അവർ മണ്ടറായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ, ഹൃദയത്തിനെ യേശുവിന് കൊടുക്കൂ, മനസ്സിനെ പരിശുദ്ധാത്മാവിന് കൊടുക്കൂ. ഹല്ലേലൂയ.